ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സ്റ്റോളുകളിലും മേളകളിലും ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വിഭവമുണ്ട്, ചോളം കൊണ്ട്. ചോളം മസാലയാണത്. അപ്പം അത് ചൂടോടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോളില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. വളരെ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഇപ്പോൾ ഞാൻ 2 ചോളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയും അതിൻ്റെ നാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കിയിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഇതിനി നമുക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണേ. അതിന് ഒരു 25-30 മിനിറ്റോളം വേണ്ടി വരും കേട്ടോ. നന്നായിട്ട് തന്നെ സ്റ്റീം ആയി വരണം കേട്ടോ. അപ്പോൾ ഇതാ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഒന്ന് തണുത്ത ശേഷം ഒന്ന് അതിൻ്റെ ആ ചോളം മാത്രമായിട്ട് ഒന്ന് എടുക്കണം. അപ്പോൾ അത് രണ്ടായിട്ടൊന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ നമുക്ക് ഇങ്ങനെ എടുത്താൽ നമുക്ക് അത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഈ രീതിക്കാണ് എപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ എല്ലാം ആ 2 എണ്ണവും ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ 2 ചോളത്തിൻ്റെയും ആ ചോളം മാത്രമായിട്ട് ഉതിർത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർക്കണം. ബട്ടർ തന്നെ വേണം. ഞാനിത് വീട്ടിൽ ഉണ്ടാക്കിയ ബട്ടറാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എപ്പോഴെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഈ ബട്ടറിലേക്ക് നമ്മൾ ഉതിർത്ത് വെച്ച നമ്മുടെ ചോളം ഇതിലോട്ടൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യണം. ഈ ബട്ടർ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. ഈ ബട്ടറാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കണം. ഇതിലേക്ക് അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഉപ്പ് പൊടിയും ചേർക്കണം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും വേണം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു നുള്ള്, അതൊരു കളറിന് വേണ്ടി മാത്രമാണ്. പിന്നെ വേണ്ടത് ഇത്തിരി മസാലപ്പൊടിയാണ്, അത് ഒരു 1/4 ടീസ്പൂണോളം വേണം. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണേ. ഈ മസാലയൊക്കെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ സോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത്തിരി മല്ലിയില കൂടെ ഒന്ന് അരിഞ്ഞിടാം കേട്ടോ. അതും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് എടുക്കണേ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.